ഞാനടക്കം CM-ന്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CM-ന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CM-നോട് വെറുപ്പാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ. അപ്പൊ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട്, CM-നോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കമിരിക്കില്ല. അടിപൊളി. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പൊ എന്താണ്? പല ഉപജാപക സംഘങ്ങളുമാണ്. നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെ ആയിരിക്കും. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താ നിങ്ങൾ? നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ജീവിതം എന്ന് പറയുന്നത് പ്രഷർ കുക്കർ പോലെയാണ്. നോക്കി നിന്നില്ലെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിലെ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹത്തെ അടുത്ത ബന്ധമുള്ള ആള്. അപ്പൊ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്? എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ P ശശിയും മാത്രം മതി. മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. ആ നിയാസിനെ മാത്രം അതിന്റെ ബാക്കിയുള്ളവരെയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ് തല പോയിക്കണം, അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പൊ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവര് തീരുമാനിക്കണം. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. PV അൻവറിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അതീവ ദുർബലനായ മുഖ്യമന്ത്രിയാണ് അന്ന് കണ്ടത്. അന്ന് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അൻവർ ഇനിയും പറഞ്ഞാൽ ഞാൻ പറയും എന്ന് ദയനീയമായി പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നാം കണ്ടു. ആ വാക്കുകളിലേക്ക്. തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിർത്താം നമുക്ക്. ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കും. പക്ഷേ പിണറായി വിജയൻ ഇന്നൊന്നും പറഞ്ഞില്ല. അന്ന് പിണറായി വിജയന് അൻവർ നിലമ്പൂരിൽ മറുപടി നൽകിയിരുന്നു, അക്കമിട്ട് മറുപടി നൽകിയിരുന്നു. ഇന്ന് അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും പിണറായി വിജയൻ ആലുവ പാലസിന് മുന്നിൽ നിന്ന മാധ്യമങ്ങളോട് മിണ്ടിയില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിൽ നിന്ന മാധ്യമ പ്രവർത്തകരോട് മിണ്ടിയില്ല. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. ക്യാപ്റ്റൻ ഹാൻഡിക്യാപ്ഡ് എന്നാണ് ഇന്ന് PV അൻവർ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ നടത്തി. സൂര്യനാണ് പിണറായി വിജയൻ, അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ആ സൂര്യൻ കെട്ടുപോയി എന്നാണ് PV അൻവർ പറഞ്ഞത്. പിണറായിയുടെ ഗ്രാഫ് 0-ത്തിലാണെന്ന് പറഞ്ഞു. ആഭ്യന്തര മന്ത്രിസ്ഥാനം ഈ നിമിഷം ഒഴിയണമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു കഴിവുകെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. അധോലോക സംഘങ്ങളുടെ പിടിയിലാണ് ഓഫീസ് എന്ന് പറഞ്ഞു. മകനെയും മരുമകളെയും സംരക്ഷിക്കൽ മാത്രമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് അവർ തനിക്കും മക്കൾക്കുമൊക്കെ എതിരെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ
പാർട്ടിയെ ഒറ്റുകൊടുത്ത ആളാണെന്ന് പറഞ്ഞു. CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്ന്, അതായത് CPM-ന്റെ അന്തകനാണെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കടൽ വെള്ളം ബക്കറ്റിൽ കോരി ആഘോഷിച്ചവരാണ് ഈ സംഘത്തിലുള്ളത്. ഒടുവിൽ പിണറായിയെ അവർ കോരി ബക്കറ്റിലാക്കിയോ?